ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ മലയൊക്കെ കയറുന്ന കഥകൾ പറഞ്ഞു വന്ന് ഫൈനലി ഞങ്ങൾ ടോപ്പ് വ്യൂ പോയിന്റിലെത്തി. ഒരു 7:30 8 o'clock ഇടയ്ക്കാണ് നമ്മൾ മുകളിലെത്തിയത്. ഇടയ്ക്ക് കുറച്ച് ലാഗായിരുന്നു, ഞാനാണ് കേട്ടോ ലാഗാക്കിയത്. കയറിപ്പോയപ്പോൾ തന്നെ ലെഫ്റ്റും റൈറ്റും 2 മലകളുണ്ടായിരുന്നു. ഫസ്റ്റ് ഞങ്ങൾ ലെഫ്റ്റ് സൈഡിൽ പോയിട്ടാണ് റൈറ്റ് സൈഡിൽ പോയത്. അപ്പോൾ എനിക്ക് കയറിപ്പോയപ്പോൾ ഒരു പൊന്മുടി പോയൊരു ഫീലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടി ടോപ്പ് വ്യൂവിലെത്തിയപ്പോൾ ഗൈസ് ഒന്നും പറയില്ല, നല്ല കിടിലൻ സ്ഥലം. എന്ത് നല്ല സ്ഥലമാണ്, ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. ഞാനിങ്ങനെ കയറ്റം കയറിയപ്പോൾ ഞാൻ വിചാരിച്ച് ടോപ്പിൽ പോയാൽ വലിയ വ്യൂ പോയിൻറ്റ്സ് ഒന്നും കാണത്തില്ല എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ മുകളിൽ പോയപ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിൻ്റെ നല്ലൊരു കാഴ്ചയാണ് എനിക്ക് കിട്ടിയത്. എന്തോ നല്ല പീസ്ഫുൾനെസ് കിട്ടി, എന്തോ സമാധാനം കിട്ടിയ പോലെയായിരുന്നു. പക്ഷേ എന്താ പറയുക, സ്വർഗ്ഗത്തിലൊക്കെ ഒന്ന് ഫീൽ ചെയ്യുന്നു. സ്വർഗ്ഗം തന്നെയാണ്, അത്ര നല്ല വ്യൂ പോയിൻറ്റ്സാണ് ഉള്ളത്. അതേപോലെ അവിടെ ആ പാറയിൽ ഇരുന്നുകൊണ്ട് ആ വ്യൂ പോയിൻ്റ് ഇരുന്ന് കാണാനും നല്ല ഭംഗിയുണ്ട്. നമ്മളിരുന്നതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഒരു പാറ കണ്ടായിരുന്നു. അത് എന്ത് ഭംഗിയാണ്, നല്ല വ്യൂ ഉണ്ടായിരുന്നു. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഗൈസ്, നിങ്ങൾ എന്തായാലും ഒരു ദിവസം വന്ന് ഈ സ്ഥലമൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. കാരണം ഈ വ്യൂ പോയിൻറ്റ്സൊക്കെ നിങ്ങൾ കാണണം. നമ്മുടെ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഈ ലൊക്കേഷൻ. നല്ല ഭംഗിയുള്ള സ്ഥലമായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ ഒരു കയറ്റം കയറണ പാടേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ സ്വർഗ്ഗമാണ്. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ട് കയറിയെങ്കിലും പിന്നീട് ഹാപ്പി ആയിരുന്നു, കാരണം നല്ല വ്യൂ പോയിൻറ്റ്സ് കാണാൻ പറ്റിയല്ലോ. നമ്മൾ പിന്നീട് റൈറ്റ് സൈഡിലുള്ള മലയിലോട്ട് കയറി. അപ്പോൾ അവിടെയും ഇതേപോലെ തന്നെയാണ്, പക്ഷേ അവിടെ കുറച്ചും കൂടെ ഹൈറ്റ് ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ആ ഫുൾ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമായിരുന്നു, കാരണം അത്രയ്ക്ക് ഹൈറ്റിലാണ് നിന്നത്. പിന്നെ നമ്മളവിടെ കയറിപ്പോയപ്പോൾ വിസിറ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് ക്രിസ്മസും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് തിരക്കല്ല, കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച് ആരും കാണൂലെന്ന്, പക്ഷേ കുറച്ച് വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഗൈസ്, നിങ്ങൾ വരുന്നെങ്കിൽ കുറച്ചും കൂടെ രാവിലെ വരുന്നതായിരിക്കും ബെറ്റർ. കാരണം ഒരു 9-9:30 ഒക്കെ ആകുമ്പോൾ നല്ല വെയിൽ കാണും. അപ്പോൾ രാവിലെ വന്നാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ രാവിലെ വന്നാൽ സൺറൈസും കാണാം. പിന്നെ ഞങ്ങൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ക്ലൈമറ്റ് സമയത്ത് വന്നാലും കോടമഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. നൈറ്റും ഇവിടെ ആൾക്കാർ വരാറുണ്ട്. പക്ഷേ നൈറ്റ് പറഞ്ഞാൽ റിസ്ക് ആയിരിക്കും, കാരണം വഴിയൊന്നും അറിഞ്ഞുകൂടാ, അതൊന്ന് കാട്ടിലൊക്കെ പെട്ടുപോകും. അങ്ങനെ നമ്മളൊരു 9:30 ഒക്കെ ആയപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി, കാരണം പോയിട്ട് കുറച്ച് പരിപാടീസുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ വന്ന വഴി തന്നെയാണ് തിരിച്ചും പോയത്. പിന്നെ ഇറങ്ങുമ്പോൾ ഒരു ബ്രേക്ക് ഇല്ലാണ്ട് ഇറങ്ങിയാൽ നമ്മൾ വീഴാൻ നല്ല ചാൻസ് ഉണ്ട്, കാരണം നല്ല ചരളും കല്ലൊക്കെ ഉണ്ട്. കല്ലൊക്കെ എന്ന് വെച്ചാൽ വലിയ പീസാണ്. അത് കാലിലൊക്കെ കയറിക്കൊണ്ട് കാലും മുറിയും, ചിലപ്പോൾ ഒടിയും. അതുകൊണ്ട് സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ വീഴാൻ ചാൻസ് ഉണ്ട്. പിന്നെ കയ്യിൽ കമ്പുണ്ടെങ്കിൽ നല്ല ബാലൻസ് ചെയ്ത് ഇറങ്ങാൻ പറ്റും. പിന്നെ എനിക്ക് കയറ്റത്തിനേയും കാട്ടി ഇറക്കമാണ് കുറച്ച് ഈസി ആയിട്ട് തോന്നിയത്. ഇറങ്ങുന്നതും പാടാണ്, പക്ഷെ നമുക്ക് ബാലൻസ് ചെയ്ത് ഇറങ്ങാൻ പറ്റും. ഇറങ്ങണ കുഴപ്പമില്ല.
ഇരിക്കാൻ കുറച്ച് സ്പേസ് ഉണ്ടായിരുന്നു. അത് കൊള്ളായിരുന്നു. കാരണം അവിടെ ഇരുന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ലൊരു കിടിലൻ വ്യൂ തന്നെ ഉണ്ടായിരുന്നു. അത് അത്യാവശ്യം എനിക്കിഷ്ടപ്പെട്ടു. അതേപോലെ നമ്മളിങ്ങനെ നടന്ന് തളർന്നൊക്കെ വരുമ്പോൾ അവിടെ കയറി ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പോകുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററായിരിക്കും. അതിന് ശേഷം വീണ്ടും നമ്മൾ താഴോട്ട് നടക്കാൻ തുടങ്ങി. ഇവിടെ വന്ന സമയത്ത് ഞാൻ വിസിറ്റേഴ്സ് ഉള്ള കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്തും കൂടെ അവരുടെ എക്സ്പീരിയൻസ് ചോദിച്ചറിഞ്ഞു. ഒരു റിവ്യൂ തരോ ഇതിനെപ്പറ്റി? കുഴപ്പമില്ല, ഇഷ്ടം പറഞ്ഞോ. നിങ്ങളൊക്കെ പറയുന്ന നിങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടല്ലേ, വന്നിട്ടുള്ളവരുമായി അവയ്ക്ക് എന്തെങ്കിലും പറയണോ? ഇവിടുത്തെ പറ്റി പറയാൻ ഞാൻ ഈ നാട്ടുകാരനാ, പക്ഷെ ഇവിടെ ഇപ്പൊ ആദ്യമായിട്ടാ വരണേ. വേറെ പ്ലേസിലൊക്കെ പോയിട്ടുണ്ട്, എല്ലാം ഒരുപോലെ തന്നെ, എവിടെ പോയാലും ഇതുപോലെ തന്നെയാണ്. ശരി, താങ്ക് യു. അങ്ങനെ ഞങ്ങൾ അവസാനം താഴെ എത്തി. മല കയറി ഇറങ്ങിയൊക്കെ ലാസ്റ്റ് എത്തി. ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ അവസാനമായിരുന്നു ഇറങ്ങിയത്. ഞാൻ കയറിയതും അവസാനമാണ് എത്തിയത്, ഇറങ്ങിയതും അവസാനമാണ് എത്തിയത്. പക്ഷെ ഞാൻ ലാസ്റ്റുള്ള വീഡിയോ ഒന്നും എടുത്തില്ല. എന്തോ ഞാൻ ആകെ ടയേർഡായിപ്പോയി. എല്ലാവരും ടയേർഡായി. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വീട്ടിൽ പോയിട്ട് കുറച്ചധികം ജോലി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കിച്ചണിൽ കയറി അങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അന്ന് എന്താ പറയുക, കിച്ചണിലൊന്നും ഇതുവരെയും കയറാത്ത ആൾക്കാർ കയറി പാത്രം കഴുകലും ചോറ് വെക്കലൊക്കെ ആയിരുന്നു. പക്ഷേ എല്ലാവരും കൂടെ ഇപ്പോൾ ഒരു വൈബ് ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കഴിക്കായിരുന്നു. പിന്നെ വിശന്ന് കണ്ണാണാൻ വയ്യാത്തതുകൊണ്ട് ആദ്യം വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നേന്. പിന്നെ ഞാൻ വിശപ്പ് കാരണം വീഡിയോ എടുക്കാൻ മറന്നേ. പക്ഷെ കഴിക്കാൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട് നല്ല ഫുഡായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് ഞാൻ സാധാരണ ഉറങ്ങണേന്, പക്ഷെ അന്ന് ഉറങ്ങിയില്ല. ഓവറായിട്ട് കഴിച്ചുകൊണ്ടാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ ഞങ്ങൾ ഒരാഴ്ച ചുമ്മാ എല്ലാം ഇരിക്കണേന്ന് വെച്ച് യൂണ് കളിച്ച്. ബാക്കി 3 പേര് പോയി കിടന്ന് ഉറങ്ങി. നമ്മൾ 4 പേരും കൂടെ യൂണ് കളിച്ചു. ചുമ്മാ ബോറടിച്ചപ്പോൾ എനിക്കാണെങ്കിൽ അന്നത്തെ ദിവസം ഫുൾ തോൽവിയായിരുന്നു. ട്രക്കിങ്ങിന് പോയപ്പോൾ തല കറങ്ങി. പിന്നെ യൂണ് കളിച്ചുകൊണ്ടിരുന്നപ്പം അതിലും മൊത്തം തോൽവിയായിരുന്നു. എന്ത് ചെയ്യാൻ. അതിനുശേഷം അവരും കൂടെ ഉറക്കണീറ്റിട്ട് നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത ഗ്രൗണ്ടിൽ തന്നെ ക്രിക്കറ്റ് കളിക്കാമെന്നും പറഞ്ഞ് പോയി. അപ്പോൾ അവിടുത്തെ ഗ്രൗണ്ടിൽ നോക്കിയപ്പോൾ എന്തോ ഫുട്ബോൾ മാച്ച് നടക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴത്തെ സ്ഥലത്ത് നമ്മൾ ക്രിക്കറ്റ് കളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു തട്ടിക്കൂട്ടി ക്രിക്കറ്റ് മാച്ചൊക്കെ വെച്ച് അവിടെ പിന്നെ ബൗണ്ടറിയെ പറ്റിയും 4ഉം 6നെ പറ്റിയുള്ള ചർച്ചാ വിഷയമാണ് അവിടെ നടക്കുന്നത്. ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ വന്ന സ്ഥലം നല്ല സ്ഥലമായിരുന്നു. കാരണം നല്ല ഒരു കാടായിരുന്നു. പക്ഷെ വെറൈറ്റി ചെടികൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അടിക്കലും കേട്ടോ, ഈ കേക്ക് മുറിക്കണതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ എനിക്കിനി 2 കസിൻസും കൂടെ ഉണ്ട്. പക്ഷെ അവരെൻ്റെ 2 വ്ളോഗിലും ഇതുവരെ വന്നിട്ടില്ല. വരാത്തതെന്ന് വെച്ചാൽ നിലവിൽ അവരിവിടെ ഇല്ല, പുറത്തെന്ന് ഉദ്ദേശിക്കുന്നത് ഗൾഫിലാണ്. അപ്പോൾ അടുത്ത വ്ളോഗിൽ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതിൽ മൂത്ത കസിൻ കാക്കയുടെ ബർത്ത്ഡേ ആയിരുന്നു, ക്രിസ്മസിൻ്റെ അന്നായിരുന്നു. ശരിക്കും ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ മറന്നുപോയി. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച ശേഷമാണ് ഓർമ്മിച്ചത്. എന്തായാലും ഓർമ്മിച്ച നല്ലത്. നമ്മൾ കേക്ക് കട്ട് ചെയ്ത് നല്ല ടേസ്റ്റായിരുന്നു, പ്ലം കേക്കായിരുന്നു. പിന്നെ നമ്മൾ കഴിച്ചിട്ട് നമ്മൾ നൈറ്റ് തന്നെ വീട്ടിൽ പോയി ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഡേ നല്ല മെമ്മറബിളായിരുന്നു. അപ്പം ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത് ഡിസംബർ 25, 2025 ഞാൻ എൻ്റെ ഫസ്റ്റ് പാർട്ട് ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ അപ്ലോഡ് ചെയ്ത്. പിന്നെ ഞാൻ ഒരുപാട് ലാഗായി. ഇതിപ്പോൾ ഫെബ്രുവരി ആയി. കാരണം സിറ്റുവേഷൻഷിപ്പ് കൊണ്ടാണ് എൻ്റെ വീട്ടിൽ കുറച്ച് പെയിൻറ്റിങ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനും വോയിസ് റെക്കോർഡ് ചെയ്യാനും ഉള്ള സിറ്റുവേഷൻ അല്ലായിരുന്നു. ഇനി അങ്ങോട്ട് വീഡിയോസൊക്കെ ഞാൻ കറക്റ്റായി ഇടും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ.